നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, ആദ്യമേ തന്നെ പറയട്ടെ, കാസയ്ക്ക് പ്രചരണമായതുകൊണ്ട് ഞങ്ങൾ ഇത്രങ്ങൾ കാസ പേരത് ഉപയോഗിച്ചില്ല. കാസയുടെ നെവിൻ പീറ്റർ എന്ന് മറ്റാണ് ഒരു മഹാൻ ഇന്ന് ABC ചാനൽ മറ്റൊരു റിപ്പോർട്ടറായിട്ട് ചർച്ച നടത്തി. ഏതാനും മണിക്കൂറുകൾക്കോ ദിവസങ്ങൾക്കോ മാസങ്ങൾക്കോ കേരളത്തിൽ ഭയങ്കര ലഹള ഉണ്ടാകാൻ പോവാണ്. അത് തയ്യാറാണ്. എൻ്റെ പറഞ്ഞത് കെവിൻ പീറ്റർ ആയതുകൊണ്ടും കാസയുടെ ആളായതുകൊണ്ടും ഇസ്രായേലിൻ്റെ സൃഷ്ടിയായതുകൊണ്ടും സംഘപരിവാർ അനുഭാവികളായതുകൊണ്ടും കേരള ഗവൺമെൻറ്, കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്, ആഭ്യന്തരമന്ത്രി പിണറായി സഖാവി, നിങ്ങൾ കേരളത്തിലെ എല്ലാ ആരാധനാലയങ്ങളും എല്ലാ സംശയ സ്ഥലങ്ങളും റെയ്ഡ് ചെയ്ത് ആയുധം ഉണ്ടെങ്കിൽ പിടിക്കണം. ഒരു മുഖം നോക്കരുത്. അത് RSS ആയാലും കൊള്ളാം, പിന്നെ മുസ്ലിം തീവ്രവാദിയായാലും കൊള്ളാം, ക്രിസ്ത്യൻ തീവ്രവാദിയായാലും കൊള്ളാം, ഏത് തമ്പുരായാലും കൊള്ളില്ല. നിങ്ങൾ എല്ലാവരും നിഷ്പക്ഷമായിട്ട് റെയ്ഡ് നടത്തി പിടിച്ചെടുക്കണം. അല്ലെങ്കിൽ ഈ മഹാനെ നിങ്ങൾ അകത്തിടണം. ഇത്രയും തീവ്രമായും ഭീകരമായും ജനങ്ങളെ ഭയപ്പെടുത്താൻ ആരുടെക്കോ പണം വാങ്ങിച്ച് നടത്തുന്ന ഇത് ഞങ്ങൾ തന്നെ ഭയന്ന് പോയി ഇരിക്കുകയാണ്. ഞാൻ ക്ഷമാശീലാണ്, നല്ല ധൈര്യമാണ്. ഭയന്ന് നിൽക്കണം. അങ്ങനെ സംഭവിക്കുന്നത് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ കാര്യകാരണ സഹിതം. അപ്പം അതുകൊണ്ട് ഈ മഹാൻ ആദ്യമായിട്ട് അകത്തിടണം. എന്നിട്ട് റെയ്ഡ് ചെയ്യണം. റെയ്ഡ് ചെയ്തിട്ട് ആയുധങ്ങൾ കിട്ടിയില്ലെങ്കിൽ അയാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കണം. അല്ലെങ്കിൽ ജനങ്ങളിൽ ഭയവിലാക്കരുത്. മുഖ്യമന്ത്രി പിണറായി സഖാവിനോടും ആഭ്യന്തര വകുപ്പോടും ജനതാദളിലെ നാഷണലിസ്റ്റ് ദേശീയ പ്രസിഡന്റ് ഹാജി മൊയ്തീൻ ഷാ വ്യക്തമായിട്ട് രേഖാമൂലം അല്ലെങ്കിൽ പറയാണ്, ഈ മഹാൻ, ഈ കെവിൻ പീറ്റർ എന്ന് പറഞ്ഞ തെമ്മാടി അല്ലെങ്കിൽ കാസയുടെ ആള് ഇത്രയും വ്യക്തമായിട്ട് പരസ്യമായിട്ട് പറഞ്ഞതിലേക്ക് അയാളെ കൊണ്ട് ആദ്യം തന്നെ ലോക്കപ്പിലിടണം. എന്നിട്ട് അന്വേഷിക്കണം. എല്ലാം റെയ്ഡ് ചെയ്യണം. ഒന്നും വിട്ടുവീഴ്ചയരുത്. റെയ്ഡ് ചെയ്ത് ആയുധങ്ങളുണ്ടെങ്കിൽ ആയുധപ്പൊലിയുണ്ടെങ്കിൽ അതിനെ സംരക്ഷകരാരും അവരെയും അകത്താക്കണം. ഇല്ലെങ്കിൽ ഇയാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കണം. ധൈര്യമുണ്ടോ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ കെവിൻ പീറ്ററെ കുറിച്ചൊക്കെ പ്രശ്നമാണെന്നൊക്കെ. ആദ്യമൊന്നും ലിബറലായി വിട്ടുകൊടുത്ത് ഈ മീൻ ചൂണ്ടയിടുമ്പോൾ ഇര കൊത്തും പോലെ. ഇപ്പൊ പുള്ളിക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായി. അത് മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് ഇത് മുസ്ലിം ലീഗിന്റെ PA സലാം പറഞ്ഞ പോലെ ആണും പെട്ടും മുഖ്യമന്ത്രി അതൊന്നും നല്ല ഞങ്ങൾ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരിക്കലും പറയില്ല. മുഖ്യമന്ത്രി തന്നെയാണ്. എന്തൊക്കെ പോരായിട്ടെങ്കിലും അദ്ദേഹം തീരുമാനിക്കണം. ഉടനെ ഓർഡർ ഇടണം. അങ്ങയുടെ പോലീസ് ഏൽപ്പിക്കണം. എല്ലാ ആരാധനാലയങ്ങളും, മദ്രസകളും വേണ്ട, പല ചർച്ചയിലും വേണ്ടില്ല, അമ്പലങ്ങളും ആയുധപ്പൂരങ്ങളെ പിടിച്ചെടുക്കണം. അതിന് മുൻപായിട്ട് ഈ കെവിൻ പീറ്റർ എന്ന് പറഞ്ഞ മഹാനെ അകത്താക്കണം. ധൈര്യം ഉണ്ടെന്ന് ആദ്യമായിട്ട് ചോദിക്കുകയാണ്. ഇത് വെല്ലുവിളിയൊന്നുമില്ല. ഞങ്ങളുടെ സംശയം ഭയമാണ്. ഞങ്ങൾ ഭയന്നിരിക്കുകയാണ്. ഏത് നിമിഷം എന്ത് സംഭവിക്കാമെന്നാണ് പറഞ്ഞു. വളരെ വ്യക്തമായിട്ട് അന്തർദേശീയ ചാനലാണത് പറയുന്നിരിക്കുന്നത്. അത് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. ആരും തോൽപ്പിക്കാനല്ല, സമാധാനമായിട്ട് ജനങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ്. മറ്റൊന്ന്, കേരള രാഷ്ട്രീയത്തിലെ സഖാക്കളെ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് നമ്മുടെ മുൻ MLA അദ്ദേഹത്തെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് പോവുകയാണ്, കരുക്കൾ നിൽക്കണം. നല്ല കാര്യം. ഒരു കാര്യം മനസ്സിലാക്കണം, ഇടതുപക്ഷ കോർപ്പറേഷൻ ഭരിക്കുമ്പോൾ 4ാമത് പ്രാവശ്യം ജയിച്ചു കഴിഞ്ഞാൽ തലയിൽ ഒരു 1/2 മീറ്റർ തൊട്ടിട്ട ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അല്ല സീനിയർ ആള്. ആ സ്ത്രീയെ CPIMന്റെ പാർട്ടി മേയറാക്കാതെ ആദ്യമായിട്ട് ജയിച്ചു വന്ന ഒരു ചെറുപ്പക്കാരി, 19 വയസ്സോ പറ്റുള്ളൂ, 20 വയസ്സോ പറ്റുള്ളൂ, അവളെ മേയറാക്കി. അതിന് കാരണം വ്യക്തമാക്കണം. അന്ന് ഞങ്ങൾ ചോദിച്ചാണ്. അതേ സ്ഥാനത്ത് ചെന്നൈ കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥി ഒരു ദളിത് സ്ത്രീയാണ്. അത് സ്റ്റാലിൻ്റെ DMKയുടെ സ്ഥാനാർത്ഥിയാണ്. അത് ചെയ്യണം. ഇനി കോൺഗ്രസ്സുകാർ ചിന്തിക്കാത്ത, ഇപ്പം മുരളീധരനാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ചുക്കാൻ പിടിക്കുന്നത്. കൊച്ചിൻ കോർപ്പറേഷൻ ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ സതീശൻജിയാണ്. നല്ല കാര്യം, അതിൽ നമ്മൾ കുറ്റം പറയില്ല. പക്ഷേ കോൺഗ്രസ്സുകാർ
കണ്ടിട്ടും കാണാതിരിക്കുന്ന ഒരു വലിയ വിഷയമുണ്ട്. അത് മുരളീധരൻ ഇപ്പം ചുക്കാൻ പിടിച്ചിട്ട് മുരളീധരനെ നേരിട്ട് പറയണം. വർഷങ്ങൾക്ക് നടന്ന ജില്ലാ കൗൺസിലേക്ക് പത്തനംതിട്ട, ഇടുക്കി, തിരുവനന്തപുരം 3 ജില്ലകളിൽ നിന്നും മുസ്ലിം മെമ്പർമാരുണ്ടായില്ല. ശ്രദ്ധിച്ചു കേൾക്കണം, മുസ്ലിം മെമ്പർമാരുണ്ടായില്ല. അതിനർത്ഥം മുസ്ലിം സ്ഥാനാർത്ഥികളുണ്ടായില്ലെന്നല്ല, രണ്ടാണ്. മുസ്ലിം സ്ഥാനാർത്ഥികളുണ്ടായില്ല. ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിൽ 101 ഉണ്ടെങ്കിലും 100 അംഗീകരിച്ചിരിക്കുന്നത് കൗൺസിലർമാർ. അത് 100 പേരും പ്രഖ്യാപിച്ചിട്ടും 20% മുസ്ലിങ്ങൾ ഒറ്റ സ്ഥാനാർത്ഥികളും ഇല്ലെന്നുള്ളൊരു പരാതി വന്നു. പക്ഷെ ആ പരാതി ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ 48 പേരെ പ്രഖ്യാപിച്ചുള്ളൂ, ബാക്കി പ്രഖ്യാപിക്കും പോകുന്നുള്ള റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം ഞങ്ങൾ എടുത്തു ചാടുന്നവരൊന്നുമല്ല. ഐ ആം മൊയ്തീൻ ഷാ. പക്ഷേ ഞങ്ങൾ എടുത്തു ചാട്ടക്കാരോ തീവ്രവാദികളോ ഭീകരവാദികളോ ഒന്നുമല്ല. വിവേകത്തിന് വഴങ്ങാണ്, വികാരത്തിനല്ല. അത് എടുത്തു ചാടുന്നില്ല. പക്ഷെ അത് കോൺഗ്രസ്, ശ്രീമാൻ മുരളീധരൻ ഉൾപ്പെടെ കോൺഗ്രസ് ടീം ശക്തമായിട്ട് മനസ്സിലാക്കണം. 20% മുസ്ലിങ്ങളാണ് കോർപ്പറേഷനുള്ളത്, ട്രിവാൻഡ്രം കോർപ്പറേഷനിൽ. അപ്പോൾ 100 സീറ്റാണ്, 20 സീറ്റ് അവർക്ക് കൊടുത്തിരിക്കണം. അത് ജയിക്കാൻ സാധ്യത സീറ്റ് വായിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയോ? മുരളീധരൻ്റെയും പിന്നെ ഇപ്പോഴത്തെ മേയർ സ്ഥാനാർത്ഥികൾ ഇതൊക്കെ ആപ്പെടുക്കുന്നൊരു പണിയുണ്ട്. അതെന്തൊക്കെ ആയതോ നിങ്ങൾ മനസ്സിലാക്കണം. കോൺഗ്രസ്സുകാർ, എനിക്ക് കോൺഗ്രസ് ഒരു വിരോധമില്ല. പക്ഷേ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അത് ചെയ്ത വഞ്ചനാണ്. ഒരു തൊഴിലാളിയെ സംബന്ധിച്ച് നാളത്തെ കൂലി ഇന്ന് കൊടുത്താൽ അവരോട് കാണിക്കുക ഏറ്റവും വലിയ വഞ്ചനയാണ്. നാളെ പിന്നെ അവനും ജീവിക്കും. കാണുമ്പോൾ എന്താണ്, സ്നേഹം മുതലാളിക്ക് നാളത്തെ കൂലി ഇന്ന് തന്ന്. പക്ഷെ അത് ചെയ്യുന്ന ഏറ്റവും വഞ്ചനയാണ് മനഃശാസ്ത്രം പറയുന്നത്. അതുപോലെ കോൺഗ്രസിൻ്റെ ഈ തെറ്റ് ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ നല്ല പിള്ള ജമിയാൻ വേണ്ടി നമ്മൾ ചൂണ്ടിക്കാണിച്ച് നമ്മൾ കോൺഗ്രസിനും സ്നേഹമില്ലെന്ന് മാത്രമല്ല, കോൺഗ്രസിനെയും കോൺഗ്രസ് പാർട്ടിയും നശിപ്പിക്കാൻ ചെയ്യുന്ന ഒരു വൃത്തികെട്ട ഒരു ആളായിരിക്കും ഞാൻ. അതാകെ എനിക്ക് പരിപാടിയില്ല. ഇനി കേട്ടോളൂ ചരിത്രങ്ങൾ. പണ്ട് കോൺഗ്രസ് കോർപ്പറേഷൻ തോക്കാൻ താഴെ പോകാൻ കാലത അന്ന് പേരെടുത്തു ശിവകുമാർ. കോൺഗ്രസ് വലിയ ദൈവമാണ്, ഇന്നും അതെ ഏതാണ്ട്. പുള്ളിയുടെ പ്രഖ്യാപനം അറിയുമോ? ആ കോർപ്പറേഷൻ ഇലക്ഷൻ വരുമ്പോൾ അത് നിങ്ങൾക്ക്, നിങ്ങൾ എന്താ വെച്ചാൽ BJPക്ക്, അസറുള്ള അത് ഞങ്ങൾ കോൺഗ്രസ്. അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ബിസിനസ് ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത് വർഷങ്ങളായിട്ട്. അങ്ങനെ ഗിവ് ആൻഡ് ടേക്ക് കൊടുത്ത് അവസാനം ഇയാൾ അസംബ്ലി ജയിക്കും. ആ BJPയുടെ മെമ്പർമാർ കൂടുതലുണ്ടാവും കോർപ്പറേഷനിൽ. അവസാനം BJPയുടെ സ്ഥാനാർത്ഥി വന്നപ്പോൾ BJPക്കാർ അവർ സ്ഥാനാർത്ഥി വോട്ട് ചെയ്ത് ശിവകുമാർ തോറ്റുപോയി വെള്ളം കുടിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള കുഴപ്പമെന്താ വെച്ചാൽ 15 സീറ്റിൻ്റെ കുറവുള്ളൂ ഇപ്പോൾ BJPയുടെ ഭരിക്കാൻ. വെറും 15 സീറ്റ് കുറവുള്ളൂ. അതേസമയത്ത് കോർപ്പറേഷനിൽ ഇന്ന് കോൺഗ്രസിൻ്റെ കപ്പാസിറ്റി 100 ഉള്ളിൽ 10 സീറ്റാണ്. മനസ്സിലാക്കണം. 15 സീറ്റ് കുറവുള്ളൂ ഭരിക്കാൻ. ആർക്ക്? BJPക്ക്. കോൺഗ്രസ് നിലവിൽ 10 സീറ്റുള്ളൂ. എന്നാൽ 51 സീറ്റോളം ഭരിക്കാൻ. അതിൽ BJP ഇപ്പോൾ ഒരു ശക്തമായതുകൊണ്ട് അന്തർ വേണ്ട, അവർ പരസ്യമായിട്ട് മാറി നിൽക്കുകയാണെങ്കിൽ ഒരു 40, 30, 35 സീറ്റ് കിട്ടിയാലും ഭരിക്കാം. 3ആയിട്ട് വിഭജിക്കുമ്പോൾ ഏതാണ്ട് 35 വെച്ചല്ലേ വരുതേ. അവർ 36 സീറ്റ് കിട്ടിയാൽ ഭരിക്കാം. പക്ഷെ രണ്ടുപേരും യോജിച്ചില്ലെങ്കിൽ യോജിച്ചിട്ട് അപകടമാണ്. പക്ഷെ അപ്പം എന്ത് സംഭവിക്കുക അറിയോ? അവിടെ 20% മുസ്ലിങ്ങൾ തോന്നില്ലേ അവർക്ക്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്തെങ്കിലും ഏത് 4ാമത് പ്രാവശ്യം ജയിച്ചു കഴിഞ്ഞാൽ തലയിൽ തൊട്ടവിട്ട ഒരു സ്ത്രീ ഉണ്ടായിട്ട് അവർ മേയർ സ്ഥാനാർത്ഥിയാകാതെ ഇന്നലെ വന്ന ചെറുപ്പക്കാരിയായി ആദ്യമായിട്ട് വന്ന ആൾ കളിച്ച് കോർപ്പറേഷൻ അങ്ങനെ തകർത്ത് കളഞ്ഞത്. എല്ലാ നിലക്കും കോർപ്പറേഷൻ LDF സാധ്യത കുറവായിട്ട് കാണുന്നത്. പക്ഷെ ആ സാധ്യത കുറവ് നേട്ടം വരുന്നത് BJP മുന്നണിക്കാണോ അതോ കോൺഗ്രസ് മുന്നണിക്കാണോ? ബുദ്ധിയുള്ള മുസ്ലിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. കാരണം BJPക്ക് 15 സീറ്റിൻ്റെ കുറവുള്ളൂ ഭരിക്കാൻ, കോൺഗ്രസ് 10 സീറ്റുള്ളൂ. അപ്പം 40 സീറ്റ് കിട്ടിയാലേ ഭരിക്കാൻ പറ്റുള്ളൂ. മൊത്തത്തിൽ പകുതി വേണ്ട, കുറച്ച് കുറയുന്നുണ്ട്. ഇവിടെ നിന്ന് 15 സീറ്റ് കുറവുള്ളൂ ഭരിക്കാൻ. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കിട്ടേണ്ട കുറേ സീറ്റാണ് ഇപ്പോൾ കോൺഗ്രസ് വോട്ട് ചെയ്താൽ, മുസ്ലിങ്ങൾ വരുന്നോ അത് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു 5, 6, 10 സീറ്റ് കൂടുതൽ കിട്ടുമായിരിക്കും. അവിടെ ഭരിക്കാൻ പറ്റുമോ? പറ്റൂല. ആ ഒരു ഗ്യാപ്പാണ്. ആ ഗ്യാപ്പിൽ BJPയുടെ കോർപ്പറേഷൻ ഈസിയായിട്ട് ഭരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ബുദ്ധിയുണ്ട് ഇല്ലെന്ന് നിങ്ങൾ ധരിക്കരുത്.
എല്ലാ മുസ്ലിങ്ങളും മണ്ടമാതിരിക്കരുത്. ബുദ്ധിയുള്ള മുസ്ലിങ്ങൾ ഇത് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞ് മനസ്സിലാക്കണം മുരളി. അതുകൊണ്ട് എന്ത് ചെയ്യും? എന്നാൽ BJP വരാതിരിക്കാൻ വേണ്ടി കോൺഗ്രസ് കിട്ടൂല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഭരിക്കട്ടെ എന്ന് വെച്ച് 20% വോട്ട് N ബ്ലോക്കായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ട് ചെയ്താൽ കമ്മ്യൂണിസ്റ്റ് വീണ്ടും അധികാരത്തിൽ വരാം. പേര് ദോഷമൊക്കെ ആര്യയുടെ പ്രവൃത്തി കൊണ്ടുള്ള ദൂഷമൊക്കെ ആ 20% മേക്കപ്പ് ചെയ്യാം. ഇങ്ങനൊരു അപകടം കൂടി അവിടെ ഉണ്ട് മിസ്റ്റർ മുരളി. അത് തന്നെയല്ല, അതിനിടയ്ക്ക് നിങ്ങൾ 20% സീറ്റ് മുസ്ലിങ്ങൾക്ക് കൊടുക്കാതെ എന്തെങ്കിലും വാലും തലയും മാത്രം കൊടുക്കുന്നെങ്കിൽ അത് ഭയങ്കര വ്യത്യാസം വരും. ഞാൻ പറയുന്നല്ലേ, അന്ന് നിങ്ങൾ ബഹുജൻ സമാജ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് ഞാൻ കാൻഷികമായിട്ട് സംസാരിച്ചു. എനിക്ക് 90-ന് മുൻപാണ്. അപ്പോൾ എത്ര വർഷമായി കാണും? 90, 99, 95, 96 കാലഘട്ടത്തിൽ എൻ്റെ ഓർമ്മ. അപ്പോൾ 10-20 വർഷം മുമ്പ്. അന്ന് കാൻഷാം എനിക്കറിയാം. ഇത് ഞാൻ കുറച്ചുകൂടിയൊക്കെ അന്നും രാഷ്ട്രീയ പോലെയല്ല. കാൻഷാം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ പത്തനംതിട്ടയിലും ഇടുക്കിയിലും ട്രിവാൻഡ്രത്തും മുസ്ലിം മെമ്പർമാരേ ഇല്ലെന്ന്. പക്ഷെ അത് ഇലക്ഷൻ ശേഷം റിസൾട്ട് വന്നപ്പോഴാണ്. ഇന്നിപ്പോൾ കോൺഗ്രസ് റിസൾട്ട് വന്ന് സ്ഥാനാർത്ഥി ഗണത്തിൽ മുസ്ലിങ്ങളുടെ സ്ഥാനാർത്ഥിത്വത്തിൽ പോലും ഇല്ലെന്നാണ് പരാതി വന്നിരിക്കുന്നത്. അതെന്തുമാത്രം ശരിയുള്ളൂ ഞങ്ങൾ അന്വേഷിക്കാനുള്ള ആള് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇരുട്ടുകൊണ്ട് വോട്ടടിച്ച് മുരളീധരനായാലും ശിവകുമാറായാലും നടത്തിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് അർഹതപ്പെട്ട് നിങ്ങളെടുത്ത ഒരു കുഴപ്പമില്ല. പക്ഷെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ എല്ലാ സമുദായങ്ങൾക്കും, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് ഒരിക്കലും കൊടുക്കാൻ ഞങ്ങൾ പറയില്ല. പക്ഷേ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് സംവരണം എല്ലാവർക്കും വേണം. ആ എല്ലാവരിലും ഇന്ത്യയിൽ ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം നിലനിൽക്കുന്നുണ്ട്. മുസ്ലിങ്ങൾ പെടുന്നുണ്ട്. അവർക്കും കിട്ടണം ജനസംഖ്യ ആനുപാതികമായിട്ട്. അതുകൊണ്ട് മാത്രമാണ് മുസ്ലിങ്ങൾക്ക് വേണമെന്ന് പറയുന്നത്. അല്ലാതെ മുസ്ലിങ്ങൾ വളർത്താനോ നന്നാക്കാനോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി ബാധിക്കുന്ന ഒരു ഏറാംകൂടി MP നല്ല മൊയ്തീൻ ഷാ. പക്ഷെ നീതി വേണം, സോഷ്യൽ ജസ്റ്റിസ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്നത്. പലരും ചോദിക്കുന്നത് നിങ്ങൾ എന്താണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നത് എന്ന്. എൻ്റെ സമുദായത്തിൽപ്പെട്ട എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്, ഡാഡി ഇതെങ്ങനെ മുസ്ലിങ്ങളാരും പറയുന്നത്. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ശരിയല്ലേ? അപ്പോൾ പറഞ്ഞ് ഞാൻ മുസ്ലിങ്ങളുടെ കാര്യമല്ല ബാധിക്കുന്നത്. ജനസംഖ്യയ്ക്ക് ആനുപാതികമായ സംവരണം, തെരഞ്ഞെടുപ്പ്, പഠനം, തൊഴിൽ എന്നീ പൊതു സ്വകാര്യ മേഖലയിൽ വേണമെന്നാണ് പറയുന്നത്. ആ ലിസ്റ്റ് വരുമ്പോൾ അത് മുസ്ലിങ്ങളിൽ പെടുന്നുണ്ട്. അങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് കൂടി വേണ്ടി മൊയ്തീൻ ഷാ ബാധിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ കൊച്ചു വിദ്യാഭ്യാസങ്ങളാണ്. പിന്നെ ഇതുണ്ട്, JRF പഠിക്കുകയാണ്, കുട്ടിയാകും വിദ്യാഭ്യാസത്തിൽ MSc ചെയ്ത് ദേശീയ ലെവലിൽ 10ാം സ്ഥാനം കിട്ടുകയാണ് JRF. അവനോട് ഞാൻ പറഞ്ഞു ബോധ്യപ്പെടുത്തിയപ്പോൾ കൊച്ചു മനസ്സിലായി. അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ ഞാൻ അങ്ങനെ വളർത്തിയിരിക്കുന്നത്. ജാതിക്ക് മാത്രം അടിപ്പെട്ട് പോരുത്, നീതിക്ക് വേണമെന്ന് എൻ്റെ മക്കളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതാണ് ഇത് കേട്ടപ്പോൾ മകൻ ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, കോൺഗ്രസ്സുകാരെ ശ്രദ്ധിക്കണം, ഇങ്ങനൊരു അപകടം ഉണ്ട്. ഈ അപകടം എവിടെയെല്ലാം പോകും? അസംബ്ലി ഇലക്ഷൻ വരും. മനസ്സിലല്ലേ? കോൺഗ്രസ് അന്ന് പൂട്ടുവെച്ചോന്ന് നടത്തി, BJPക്ക് അല്ലെങ്കിൽ സംഘപരിവാറിന് വേണ്ടി പൂട്ടുവെച്ചോന്ന് നടത്തി പണ്ട് ട്രിവാൻഡ്രം പോലുള്ള സ്ഥലങ്ങളിൽ. ആ പൂട്ടുവെച്ചോടെ ഇപ്പോൾ നിങ്ങൾ തിരിഞ്ഞു ഒത്താണ്. അങ്ങനെ നിങ്ങൾ വളർത്തിക്കൊടുന്നു. മാർക്സിസ്റ്റ് പാർട്ടി വളർത്തിയെന്ന് പറഞ്ഞപ്പോൾ ഈ അടുത്ത കാലത്ത് അത് നിൽക്കക്കള്ളിയില്ലാതെ പിണറായി സഖാവിനും മക്കളുടെയൊക്കെ കേസ് വന്നപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ്, അല്ല RSS ആയതല്ല, സ്വയരക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെ പാമ്പ് പടം വിടത്തി നിന്ന് നിൽക്കുമ്പോഴേ അതിനകത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ ആ വഴി സ്വീകരിക്കും ആരായാലും. അതുപോലെ അവസ്ഥയിൽ BJP ഇങ്ങനെ വാവിളിച്ചിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കാരണം കമ്മ്യൂണിസ്റ്റും മുസ്ലിം ക്രിസ്ത്യാനികളാണല്ലോ ഇങ്ങനെ 3 ശത്രുക്കൾ തന്നെ. ഇപ്പം അതൊക്കെ മാറിയിട്ട് വേറെ കാര്യം. അപ്പം അങ്ങനെ വരുമ്പോൾ അതുകൊണ്ട് നിൽക്കുകളില്ല ചെയ്തെങ്കിലും അത് അപകടമാണെന്ന് അവർ മനസ്സിലാക്കി. കോൺഗ്രസ് ഇങ്ങനൊരു വിഷയമുണ്ട്. ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുന്നത്, ഈ കരിമ്പൻകാല പോലെയുള്ള ചില ആൾക്കാർ പറഞ്ഞ് മദ്രസയിൽ റേഡിയോന് അവധി വയ്ക്കരുത്, ഇപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുകയെന്ന് പറയും, ക്യാൻസൽ. അതാണ് മറ്റേ കാസിം പറഞ്ഞത്. അവർക്ക് തെറ്റില്ല, എല്ലാ റേഡിയോവും സംശയമില്ല. പക്ഷേ കരിമ്പൻകാലേ നിങ്ങൾ ആ വസ്തു കച്ചവടത്തിൽ അകത്ത് പോയിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ കാർന്നവരും നിങ്ങളുടെ സഭയുടെ പിതാവും നിങ്ങളും സംഘപരിവാർ അനുകൂലം നിൽക്കുന്നതൊക്കെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് കുറ്റപ്പെടുത്തില്ല. പക്ഷേ ഉത്തരാഖണ്ഡ് എന്നൊരു സംസ്ഥാനത്തിലെ ക്രിസ്ത്യാനികൾക്ക് പ്രവേശിക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞപ്പോഴേ അത് കോടതി പറഞ്ഞ് അത് ശരിയാണ്, പ്രവേശിക്കണ്ട. എവിടെ എത്തിയിടോ കരിമ്പൻകാലെ?
നിങ്ങളിപ്പോൾ കരിമ്പുംകാലയുടെ അല്ല കാസയുടെ ഒരാൾ പറഞ്ഞ് സംഘപരിവാറും പിന്നെ BJP ഉള്ളതുകൊണ്ടാണ് ക്രിസ്ത്യാനി കേരളത്തിൽ പോലും നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ തകർത്ത് കളഞ്ഞെന്ന് പറയാം. അത് മാത്രമല്ലടോ, പിന്നെ പേരുണ്ട് ഇതൊരു ഇവിടെ ഈ 20% വരുന്ന മുസ്ലിം സമുദായം കൂടി നിലനിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഒരു പരിധി വരെയെങ്കിലും സംരക്ഷണം കിട്ടുന്നത്. എന്തേ വടക്കയിൽ കിട്ടാത്തത്? എടോ കാസെ, നിങ്ങൾ ക്രിസ്ത്യൻ വർഗീയത പറഞ്ഞ് പാവപ്പെട്ട മനുഷ്യരെയൊക്കെ പറ്റിച്ച് ആ സമുദായത്തെ മോശമാക്കാണ്. പക്ഷേ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ വാക്ക് പറഞ്ഞ് എന്നറിയോ, ഞങ്ങളൊക്കെ കഞ്ഞി കുടിച്ച് ജീവിക്കുന്നവരാ. ഇന്ത്യ മഹാരാജ്യത്തെ നമ്മൾ മാതൃരാജ്യമായി കാണുന്ന ദേശസ്നേഹികളായ ആൾക്കാരിൽ നിന്ന് ഭരിച്ച മക്കളാണ് ഞങ്ങൾക്ക് ആ ദേശസ്നേഹവും മരിക്കുകളുണ്ട്. ഇസ്ലാം മതം എന്ന് പറയും പോലെ തന്നെ ദേശസ്നേഹമാണ് ഞങ്ങൾക്ക് രാജ്യത്തോടും. ആ ഞങ്ങൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞറിയോ, സംഘപരിവാറും BJPയും കേരളത്തിൽ ഉള്ളുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ ഞങ്ങൾ പോലും ജീവിച്ചിരിക്കുന്നത്. സമ്മതിക്കാം. പക്ഷെ ഇന്ന് ഉത്തരാഖണ്ഡിലെ ക്രിസ്ത്യാനികൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞ് അതിന് കോടതി പോലും പറഞ്ഞ് ശരിയാണ്, അങ്ങനെ മതപരിധി ക്രിസ്ത്യാനി പ്രവേശിക്കണ്ടെന്ന് പറഞ്ഞിട്ടോ കരിമ്പുംകാല ഇനിയിപ്പോൾ സുപ്രീം കോടതി പോകാൻ നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ ഈ 10-20% കൊണ്ടും കൊടുത്തും ഉള്ളുകൊണ്ടാണ് നിങ്ങൾ നിലനിൽക്കുന്നത്. അല്ലാതെ സംഘപരിവാറുണ്ടായതുകൊണ്ട് സപ്പോർട്ടില്ല. അതൊക്കെ നിങ്ങൾക്ക് ഇസ്രായേലിൻ്റെ സൃഷ്ടി പണം വാങ്ങിച്ചോ അല്ലെങ്കിൽ രാജ്യത്ത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വമാണ്. മുസ്ലിം തീവ്രവാദികൾ പറയും പോലില്ല, അവരൊക്കെ ചില മണ്ടന്മാരും ചില ഇടുത്തിയാട്ടക്കാർ. നിങ്ങൾ വളരെ ആഴത്തിലും ബുദ്ധിപൂർവ്വം ചെയ്യുന്നത് അത് ഞങ്ങളെപ്പോലും മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അതൊന്നും വേണ്ട. കാരണം വെച്ചാൽ അതൊക്കെ ഒന്നുകൂടി മനസ്സിലാക്കണം. അതിൽ ഒരു കാര്യം ഉറപ്പ് പറയാം, അത് കരിമ്പൻകാല പറഞ്ഞാലും പീറ്റർ പറഞ്ഞാലും കെവിൻ പീറ്റർ പറഞ്ഞാലും സർക്കാരോട് ഞങ്ങൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റെയ്ഡ് ചെയ്യണം. കേരള പോലീസ് എല്ലാ സ്ഥാപനങ്ങളും ജാതി മതം നോക്കാതെ പാർട്ടി നോക്കാതെ എല്ലാ സ്ഥാപനങ്ങളും റെയ്ഡ് ചെയ്ത് ആയുധം ഉണ്ടെങ്കിൽ അത് എടുക്കണം. മുഖം നോക്കരുത്, അവിടെ പാർഷ്വാൽ ചെയ്യരുത്. ഒരു കാര്യം പറഞ്ഞുതരാം, ഞാൻ മുസ്ലിം പ്രേമി അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു ആൺകുട്ടിയെ ഹോമോസെക്ഷൽ നടത്തിയതിൻ്റെ പേരിൽ ഒരു കോടതി വിധിച്ചു 99 വർഷവും 5 ലക്ഷം രൂപയും ഫൈൻ. അത് വേറെ കോടതി, അത് ഒന്നും കൂടെ വേറെ കോടതി വിധിച്ചു ഒരു പെൺകുട്ടിയെ പല പ്രാവശ്യം ലൈംഗികമായിട്ട് പീഡിപ്പിച്ചൊരു കേസ് കൊടുത്തിട്ട് 12 വർഷം തടവും 1 ലക്ഷം രൂപ പിഴ. ഒരു ആൺകുട്ടിയെ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ അത് സ്വയം പിന്നെ സ്വവർഗരീതിയാണത്. സ്വവർഗരീതിക്ക് ശിക്ഷയില്ല ഇവിടെ. പക്ഷെ ഇത് കുട്ടിയായതുകൊണ്ട് പെടുത്താം. സ്വവർഗരീതിക്ക് ശിക്ഷയില്ലാത്ത ഇന്ത്യയിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടി ആയതുകൊണ്ട് പോക്സോ കേസിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. ആകട്ടെ, എന്നിട്ട് വിധിച്ചിരിക്കുന്നത് 99 വർഷം 100 വർഷം 5 ലക്ഷം രൂപ ഫൈനും. എടോ ജഡ്ജിമാരെ, ഇതൊന്നും ഞങ്ങളെപ്പോഴൊരു അറിയുന്നില്ല മനസ്സിലാക്കുന്നില്ലെന്ന് വിചാരിക്കരുത്. അത് ഈ കുന്നംകുളത്ത് ജഡ്ജി ചെയ്ത ഒരു പെൺകുട്ടിയെ സുരേഷായിട്ടാണ്. അതുകൊണ്ട് 12 വർഷം തടവും 1 ലക്ഷം രൂപയാണ് ഫൈനുള്ളൂ. ഇതൊന്നും ശരിയല്ല. എന്തുവാകട്ടെ ഞാൻ പറയാം. അതുപോലെ മുഖം നോക്കാതെ സത്യസന്ധമായിട്ട് കേരള പോലീസ് റെയ്ഡ് ചെയ്ത് എല്ലാ സ്ഥാപനങ്ങളിലും പല സ്ഥലത്തും ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഊഹമുണ്ട്. ഞങ്ങൾക്ക് കൃത്യ തെളിവൊന്നുമില്ല, അത് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ അത് പോലീസ് കണ്ടുപിടിക്കട്ടെ. ഞങ്ങൾ പറയുമ്പോൾ സംഘർഷമാകുമല്ലേ. അപ്പോൾ കെവിൻ പീറ്ററിൻ്റെയും പറ്റിയതാണ് ചാമക്കാരുടെയൊക്കെ നമ്മൾ അതിനെ അംഗീകരിക്കുകയാണ്, അത് അനുകൂലിക്കുകയാണ്. അതിൽ തെറ്റൊന്നുമില്ല, തെറ്റുപിടിക്കണം. അപ്പോൾ ഇതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. ഇതാണ് രാഷ്ട്രീയത്തിൽ കേരളത്തിൽ പല സ്ഥലത്തും നടക്കാൻ പോകുന്നത്. എന്തൊക്കെ തെറ്റ് ചെയ്താലും എന്തൊക്കെ പോരായികളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വീണ് കിട്ടിയ ഒരു നേട്ടം, ലോട്ടറി എന്ന് പറയുന്നതാണ്. കോൺഗ്രസ് കൊണ്ട് സാധിക്കാൻ തോന്നുമ്പോൾ BJP വരാതിരിക്കാൻ വേണ്ടി ഈ കേരളത്തിൻ്റെ 40% പറഞ്ഞപ്പോൾ ഇന്നിപ്പോൾ കെവിൻ പീറ്ററൊക്കെ പറഞ്ഞത് 50% കേസാണ് മുസ്ലിങ്ങൾ. എന്തുപോകട്ടെ, ഈ മൂന്നിൽ കൂടുതലുണ്ടെന്നറിയോ, അവർ മറിച്ച് വോട്ട് ചെയ്ത് ആർക്കായിരിക്കും? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കായിരിക്കും, സംഘപരിവാറിനായിരിക്കില്ല. കോൺഗ്രസ് ചെയ്ത് ലക്ഷ്യമില്ല. അത് തന്നെയാണ് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നടക്കാൻ പോകുന്നത്. ഇത് പല അസംബ്ലി മണ്ഡലങ്ങളിൽ നടക്കും. അതാണ് പ്രശ്നം. കോൺഗ്രസ് സമയാസമയങ്ങളിൽ രാത്രി കളസവും പകല് കോൺഗ്രസുമായിട്ട് നടന്നു. ആന്റണി പറഞ്ഞ പോലെ അങ്ങനെ ചെയ്ത കോൺഗ്രസ്സുകാരുണ്ട്. അത് ഇന്നിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനേക്കാൾ കൂടുതൽ ചെയ്യാണ്. സംഘപരിവാർ അനുഭവം നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞ നിൽക്കക്കളില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രശ്നങ്ങൾ സങ്കീർണമാണ്. കെവിൻ പീറ്റർ പറഞ്ഞ ലഹളയൊന്നും അല്ല വിഷയം. ഈ ഇലക്ഷനിലെ ഈ രീതി
രീതി ഇതാണ്. ഞങ്ങൾ പറഞ്ഞു 20% വരുന്ന മുസ്ലിം സമുദായത്തിൽ ഓൾ ഇന്ത്യ ബേസിലും സ്റ്റേറ്റ് ലെവലിലും നിങ്ങൾ ഇപ്പോഴും മാന്യമായ ഒരു അംഗീകാരം കൊടുക്കുന്നില്ല. ഇപ്പം 48 സീറ്റ് പ്രഖ്യാപിച്ച് ഒറ്റ മുസ്ലിമില്ലെന്ന് പൂർണ്ണ ബോധ്യം വന്ന് 100 പേരും പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് ദേശീയ റിപ്പോർട്ട് പുറത്ത് പറഞ്ഞില്ലെങ്കിലും ലിസ്റ്റ് ഏതാണ്ട് പണിപ്പുരയിലാണ്. അത് ഒരു മുസ്ലിം പോലും ഇല്ലെന്നൊരു റിപ്പോർട്ട് ആർക്കോ കിട്ടിയിട്ട് അവർ ഞങ്ങൾക്ക് അയച്ചിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ അന്ധമായിട്ട് വിശ്വസിക്കില്ല, അന്വേഷിച്ച് മാത്രമേ ചെയ്യുള്ളൂ. ഏതായാലും ഇങ്ങനെയുള്ള രീതിയിലേക്കാണ് പിന്നെ കരുണാകരപുത്ര മുരളീധര പോകുന്നതെങ്കിൽ കോൺഗ്രസ് നിങ്ങളുടെ കാര്യം കഷ്ടം തന്നെയാണ്. ഞങ്ങൾ എത്ര ശ്രമിച്ചാലും UDF അധികാരത്തിൽ കയറ്റാൻ വേണ്ടി ഞങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചാലും അതിൽ ഇതുപോലെ ചില അപകടങ്ങൾ പതിയിരിപ്പുണ്ട്. കതറിപ്പോഞ്ഞ വഞ്ചന എന്ന് പറയും പോലെ, കതറിപ്പോഞ്ഞ വഞ്ചന എന്ന് പറഞ്ഞല്ലേ, കതറിപ്പോഞ്ഞ കുന്തം പോലെ എന്നൊക്കെ പറയും പോലെ, അല്ലെങ്കിൽ പതിപ്പിലെ കുന്തം പോലെ കതറിപ്പോഞ്ഞ വഞ്ചന പോലെയൊക്കെ ചില രീതിയുണ്ട്. അത് കോൺഗ്രസ് മനസ്സിലാക്കിയിട്ടില്ല, അത് മനസ്സിലാക്കാനുള്ള ശ്രമം നടക്കുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ സംഗതി വളരെ ഗൗരവത്തിലാണ്. എങ്കിലും ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് മുസ്ലിം സമുദായത്തിനും മറ്റുള്ളവർക്കും കൊടുക്കണം. അങ്ങനെ കൊടുത്ത് മുന്നോട്ട് പോകുന്ന നിങ്ങളൊന്ന് ഒതുങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷ വകയുണ്ട്. അല്ല, നിങ്ങളിത് മുഴുവൻ അങ്ങോട്ട് കൈയടക്കാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ അട്ടർലി ഫെയിലിയർ ആവും. അവിടെ കെവിൻ പീറ്റർ പറയുമ്പോഴൊന്നുമില്ല, അത് വളരെ അപകടമാണ്, അത് കൂടെ ചെയ്യും ഇലക്ഷനിൽ. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താറ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.